ഹായ്, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ US വരുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനുള്ള ഒരു കാരണം വന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അടുത്ത മാസം US വരാനിരിക്കുകയാണ്, എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 2-3 ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 പേര് ചില വീഡിയോസിൻ്റെ അടിയിൽ കമൻ്റ് ആയിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നൊക്കെ US വരുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അന്വേഷിക്കാനായിട്ട് വേറെ ആൾക്കാരും കാര്യങ്ങളും റിലേറ്റീവ്സ് ഒന്നും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ US വരുന്ന സമയത്ത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വരാൻ പോകുന്ന സ്റ്റേറ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാക്കാം. നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കുക. ചില ആൾക്കാർ വിചാരിക്കുന്നത് US എല്ലാ സ്റ്റേറ്റിലും ഭയങ്കര തണുപ്പാണ്, എപ്പോഴും സ്നോ പെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നില്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. US നിങ്ങൾ വരാൻ പോകുന്ന സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അതിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടുത്തെ വെതറും എത്രയാണ് പീക്ക് തണുപ്പ് പോകുന്നതെന്നും എത്രയാണ് ചൂടിൽ ഉള്ള സമയത്ത് പോകുന്നതെന്നും വെതറൊക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന സ്റ്റേറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. അപ്പോൾ ന്യൂജേഴ്സി, ന്യൂയോർക്ക് ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പ് വരുമ്പോൾ തണുപ്പും ചൂട് വരുമ്പോൾ ചൂടും ഉള്ള ഒരു സ്ഥലമാണ്. തണുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു -15 ഡിഗ്രി ഒക്കെ വരെ പോവും. ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു 34, 36, 38 ഒക്കെ വരെ പോവും. അപ്പോൾ ഇതേപോലെയുള്ള ഒരു കാലാവസ്ഥയുള്ള ഒരു സ്റ്റേറ്റാണ് ടെക്സസും വരുന്നത്. ഇപ്പം നിങ്ങൾ ആരിസോണ പോലെയുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ആരിസോണ ഒരു ഡെസേർട്ട് മാതിരിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എപ്പോഴും ചൂടുള്ള ഒരു സ്ഥലമാണ് ആരിസോണ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വേർമോണ്ട് ഭാഗത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ കുറച്ചുകൂടെ തണുപ്പ് കൂടുതലാണ്. പിന്നെ മാസച്യൂസെറ്റ്സ്, നിങ്ങൾ ബോസ്റ്റണിന് അധികം കേട്ടിട്ടില്ല ആ ഒരു സ്ഥലം, അവിടെയും അത്യാവശ്യം തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. ഇനി കാലിഫോർണിയ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുഡ് വെതർ വരുന്നത് കാലിഫോർണിയ ഭാഗത്താണ് കേട്ടോ. അങ്ങനെ ഭയങ്കര തണുപ്പും ഇല്ല ഭയങ്കര ചൂടും ഇല്ലാത്ത ഒരു സ്ഥലമാണ് കാലിഫോർണിയ വരുന്നത്. കമ്പയർഡ് ടു ബാക്കി ഇപ്പം ന്യൂയോർക്ക്, എന്താ പറയുക, ആരിസോണ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നല്ലൊരു കാലാവസ്ഥ വരുന്നത് കാലിഫോർണിയ ഭാഗത്താണ്. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും വെതർ ഡിഫറെൻ്റ് ആണ് കേട്ടോ. തണുപ്പ് വ്യത്യാസമാണ്, ചൂട് വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക, അത് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്ന മന്ത് ഏത് മാസമാണെന്നുള്ളതാണ് രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പം വരുന്നത് സമ്മറിലാണോ വിൻ്ററിലാണോ എന്നുള്ളത് നോക്കുക. സമ്മറിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളുടെ നാട്ടിലുള്ള ഡ്രസ്സസൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇനി വിൻ്ററിലാണ് വരുന്നതെങ്കിൽ ഒരു എക്സ്ട്രീം വിൻ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഫർ ജാക്കറ്റും തെർമൽസും ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ കൊടും തണുപ്പിലേക്കായിരിക്കും വരുന്നത്. കാരണം നമ്മളെ നാട്ടിൽ അങ്ങനെ ഭയങ്കര തണുപ്പൊന്നും കേരളത്തിലൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ വന്നിറങ്ങുമ്പം ഭയങ്കര തണുപ്പ് അത് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ജാക്കറ്റ്സും തെർമൽസും കാര്യങ്ങളെല്ലാം വാങ്ങി വെക്കുക. അതും കൂടുതലായിട്ടും ഡെക്കാത്തലും പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വെതറിന് കണക്കായിട്ടുള്ള ജാക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് അവിടെ കിട്ടും. നേരെ മറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളൊന്നും ചില സമയത്ത് നമുക്ക് ഇവിടെ ആ ഒരു തണുപ്പിന് അത് റെസിസ്റ്റ് ചെയ്യണം എന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ വിൻ്ററിലാണ് വരുന്നെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പം വിൻ്ററിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്നതിന് പകരം ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ഡ്രസ്സാണെങ്കിലും ഒക്കെ വാങ്ങിയിട്ട് വരിക. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ജാക്കറ്റ് പോലെയുള്ള സാധനങ്ങൾക്ക് നല്ലത്. ഒരു തെർമൽസും ഒരു ചെറിയൊരു ജാക്കറ്റും നമ്മൾ വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഒരു കാര്യം നമ്മൾ അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ആൾക്കാരും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വീട് കണ്ടുപിടിക്കുന്നത് ആണെന്നുണ്ടെങ്കിലും ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എല്ലാം ലോഡ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യണം, അൺലോഡ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ചില സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പാർട്സ് ആയിട്ട് കിട്ടും.
ആ പാർട്സൊക്കെ നമ്മൾ അസംബിൾ ചെയ്യാന്നുള്ളതും നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ആൾക്കാരെ കിട്ടും. പക്ഷെ ഫസ്റ്റ് വരുന്ന ഒരാളെ സംബന്ധിച്ച് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യാനായിട്ട് നമ്മളെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൈൻഡ് പ്രിപ്പയർ ആവാം. എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യേണ്ടത്. ഒരു വീട് ഉണ്ടെന്നുണ്ടെങ്കിലും വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, സ്വന്തമായിട്ടുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ പ്ലംബിംഗ് പണി തൊട്ട് പെയിന്റിങ് പണിയും എല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന അവരുടെ ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം കൂടുതലും ഇവിടെ എല്ലാവരും അവരവർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. പിന്നെയുള്ള ഒരു മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ വിസ കാറ്റഗറീനനുസരിച്ച് ഇപ്പോൾ വർക്ക് വിസയിൽ വരുന്ന ഒരാൾ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ഇനി ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പൗസിന് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ചാൻസസ്, ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് H4 വിസയിലാണ് കേട്ടോ. അപ്പം ഏട്ടൻ്റെത് H1 വിസയാണ്, H1B. അപ്പോൾ എനിക്ക് കിട്ടുന്ന വിസ, എനിക്ക് സ്പൗസിന് കിട്ടുന്ന വിസ എന്ന് പറയുന്നത് H4 ആണ്. H4 വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് ഒരു പൈസ വാങ്ങാന്ന് പറയുന്നത് പറ്റില്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാനും ഒക്കെ, പക്ഷെ അതൊന്നും എനിക്ക് ഇവിടെ സെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് നമുക്കൊരു H4 EAD എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊക്കെ കിട്ടാനുണ്ട്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇപ്പം എനിക്കത് ചെയ്യാട്ടോ. എനിക്കതൊക്കെ ഇപ്പം ചെയ്യാനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. ഈവൻ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ റവന്യൂ പോലും നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൻ്റെ റൈറ്റ് ആ ഒരു H4 വിസേനകത്ത് ഇല്ല. അപ്പോൾ ഈ H4 വിസയിൽ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സ്പൗസ് വിസേൻ്റെ കാറ്റഗറിയും കൂടെ നോക്കുക. ഇപ്പം H4 വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാം. പക്ഷെ ഒന്നും ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, അതായത് ഫിനാൻഷ്യലി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ മൈൻഡ് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നാട്ടിൽ ജോലിയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ചില ആൾക്കാർ ജോലി റിസൈൻ ചെയ്തിട്ടൊക്കെ വരുന്നവരായിരിക്കും ഇവിടെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ H4 EAD ഒന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല കേട്ടോ. അതിൻ്റെ പ്രോസസ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പം ജോലിയൊക്കെ കളഞ്ഞ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നല്ല നമുക്ക് പുറത്തൊക്കെ പോകാം, പക്ഷെ നമുക്ക് ഏൺ ചെയ്യുന്ന ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കൂടെ മൈൻഡ് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ ഇനി ഫോർത്ത് കാര്യം എന്ന് പറയുന്നത് ഡ്രൈവർ ലൈസൻസ്. നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുത്ത് വെക്കാം. കാരണം ചില സ്റ്റേറ്റ്സിലൊന്നും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവായിരിക്കും. ഈ ട്രെയിനും ബസ്സും ഒക്കെ കുറച്ച് കുറവുള്ള സ്ഥലങ്ങളായിരിക്കും. പിന്നെ ഊബർ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഊബറൊക്കെ ആകുമ്പം നമുക്ക് എപ്പോഴും ഊബർ പിടിച്ച് പോവാന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ സാധാരണ ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു വണ്ടി വാങ്ങും, ലൈസൻസ് എടുക്കും, നമ്മൾ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ആയിട്ട് ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുക. ഡ്രൈവിംഗ് പഠിച്ച് ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുക. അതും മുന്നേ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കാർഡ് ടൈപ്പ് വരുന്ന, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കാർഡ് ടൈപ്പ്, നമ്മൾ ATM കാർഡൊക്കെ പോലെയുള്ള ടൈപ്പിൽ വരുന്ന ലൈസൻസ് ഉണ്ടല്ലോ, അത് മാത്രമേ ഇവിടെ വാലിഡ് ആയിട്ട് ഇവർ എടുക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ പണ്ടത്തെ ലാമിനേറ്റ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അതിവിടെ വാലിഡ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. പേപ്പർ ആയിട്ട് വാലിഡ് അല്ല അത് എന്നാണ് ഇവർ പറയുന്നത്. അത് നമ്മൾ ഒരു ലൈസൻസ് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇൻ കേസ് അങ്ങനെ പേപ്പർ ലാമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കത് നമ്മളെ ഡ്രൈവേഴ്സ് ലൈസൻസ് ആ കാർഡ് ടൈപ്പ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഓൺലൈനായിട്ട് നമുക്ക് റിക്വസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ വീക്സിനുള്ള അത് നമുക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അത് ചെയ്ത് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ലൈസൻസിലുള്ള പേരും നമ്മളുടെ പാസ്പോർട്ടിലുള്ള പേരും സെയിം ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അത് ഇൻ കേസ് എന്തെങ്കിലും മാറ്റമുണ്ട്, ഇനിയിപ്പം പാസ്പോർട്ടിനകത്ത് ചില സമയത്ത് നമ്മളുടെ ഇനീഷ്യൽസ് ഒന്നും നമ്മളെ ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും നമ്മളുടെ പാസ്പോർട്ടിനകത്ത്. ചില സമയത്ത് നമ്മൾ ഡ്രൈവേഴ്സ് ലൈസൻസിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെയിം പേരാക്കി, എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ രണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് വന്നിട്ട് ഇവിടെ 1 ഇയർ വരെ നമ്മളുടെ ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് ചെയ്യുക. കാരണം അങ്ങനെ ആയിരുന്നു മുന്നേ ഒക്കെ. ഇപ്പം എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഒരു 1 ഇയർ വരെ നമുക്ക് ഇവിടെ ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഡ്രൈവേഴ്സ് ലൈസൻസ് തന്നെ നമ്മൾ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമല്ലോ. ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേറെ ഇപ്പം ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ചില സമയത്ത് ഈ ഒരു റിട്ടേൺ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോഡ് ടെസ്റ്റ് ഇല്ലാതെ ലൈസൻസ് ചില സമയത്ത് തരും. ഇപ്പം എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഏട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും കിട്ടണം എന്നില്ല. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു റൈറ്റ് ഇവർക്ക് ഉണ്ട് കൊടുക്കാം എന്നുള്ളത്. പക്ഷെ അത് എല്ലാവർക്കും കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചില നമ്മൾ പോകുന്ന സ്ഥലവും പിന്നെ ചില സ്റ്റേറ്റും അതൊക്കെ പോലെ ഇരിക്കും. പിന്നെ അവരുടെ മൂഡ് പോലെ അവർക്ക് തരാൻ തോന്നിക്കഴിഞ്ഞാൽ അവർ തരും. അല്ലാന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് എടുത്തിട്ട് തരാമെന്ന് അവർ വിചാരിക്കും. അപ്പോൾ കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷെ അങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പം നമ്മളുടെ ഇന്ത്യൻ ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ നമ്പർ നമ്മൾ റിട്ടേൺ ടെസ്റ്റിന് പോകുമ്പോൾ ആ ഒരു ഫോമിൽ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും ലാമിനേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇവർ അത് കൺസിഡർ ചെയ്യില്ല. നമ്മളുടെ മറ്റേ കാർ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ കൺസിഡർ ചെയ്യൂ കേട്ടോ. കാരണം നമ്മളുടെ ഡ്രൈവേഴ്സ് ലൈസൻസിൽ നമ്മളുടെ പാസ്പോർട്ടിലുള്ള നെയിം തന്നെ ആക്കാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ ലീഗലായിട്ട് നമുക്കുള്ള ഒരു ID പ്രൂഫ് എന്ന് പറയുന്നത് ആദ്യം വരുമ്പോൾ ഈ പറയുന്ന പാസ്പോർട്ടാണ്. അപ്പോൾ ഈ പാസ്പോർട്ടത്തെ അതേ നെയിം ആയിരിക്കണം നമ്മളുടെ ഡ്രൈവേഴ്സ് ലൈസൻസിലും വരുന്നത്. അപ്പോൾ അതാണ് 4th ആയിട്ട് പറയാനുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 5th ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ജോലി നാട്ടിൽ നിന്ന് കിട്ടി ഒരു വിസയിലായിരിക്കും ഇങ്ങ് വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഇനീഷ്യൽ എക്സ്പെൻസിനുള്ള ഒരു പൈസ അല്ലെങ്കിൽ അതിനുള്ള ഒരു എമൗണ്ട് നമുക്ക് കമ്പനി തരുന്നുണ്ടാവും. അപ്പം അത് ഒരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും തരിക. ചിലപ്പോൾ ഒരു $1000 അങ്ങനെയൊക്കെ ആയിരിക്കും തരിക. ആ ഒരു $1000 എന്ന് പറയുമ്പോൾ നാട്ടിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പൈസ ആയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു $1000 എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഒരു മാസം നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനം ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ആ $1000 എന്താ പറയുക അത് തികയോന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി വരുമ്പം നല്ല എക്സ്പെൻസും ഉണ്ടാവും. വീട് കണ്ടുപിടിക്കുക, പിന്നെ വീട് കിട്ടിക്കഴിഞ്ഞാൽ വീടിനുള്ള റെന്റ് കൊടുക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ ഡെപ്പോസിറ്റ് കൊടുക്കുക, പല സാധനങ്ങൾ വാങ്ങുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാം. ഇപ്പോൾ ഇന്ത്യൻ കുക്കിങ്ങൊക്കെ കൂടുതൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കുക്കർ, നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള 1-2 പാത്രങ്ങളൊക്കെ നമ്മൾ വരുമ്പോൾ കൊണ്ടുവരാം. ഒരുപാട് കൊണ്ടുവരണമെന്നല്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ സ്റ്റോർ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ ചിലതൊക്കെ ആമസോണിലും കിട്ടും. പക്ഷേ ഈ കുക്കർ എന്ന് പറയുന്ന സാധനം ഒരുപാടൊന്നും ഇവിടെ കാണാൻ കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ കുക്കറിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. അപ്പം ഒരു കുഞ്ഞു കുക്കർ നമ്മൾ വാങ്ങുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് പാത്രങ്ങൾ, 1-2 പാത്രങ്ങൾ, അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങൾ, ഒരുപാടല്ല, അത്യാവശ്യം വേണ്ടുന്ന പാത്രങ്ങൾ, പിന്നെ അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യേണ്ട സാധനങ്ങളും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ച് ധാന്യങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. നമുക്ക് പൊടികളായിട്ട് ഒരു എമൗണ്ട്, ഒരുപാടല്ല, കുറച്ച് കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ധാന്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല ഇങ്ങോട്ടേക്ക്. ഇപ്പം അരി, പരിപ്പ്, ചെറുപയർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മാക്സിമം കൊണ്ടുവരാതിരിക്കുക. കാരണം കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസ് വിളിപ്പിക്കും. ആദ്യമായിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാനിക്കായിപ്പോവും. കാരണം ഇതെന്തിനാ ഇവർ വിളിക്കുന്നതെന്ന് അറിയില്ല. അവർ ഫുള്ള് പെട്ടി തുറന്ന് നോക്കി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് അവർക്ക് അറിയേണ്ടി വരും. അപ്പം അങ്ങനെ അരിയൊന്നും കൊണ്ടുവരാണ്ടിരിക്കുക കേട്ടോ. അരിയൊക്കെ ഇവിടെ വാങ്ങാൻ നമുക്ക് കിട്ടും. പിന്നെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ മിക്സി, പിന്നെ ട്രിമ്മർ പോലെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മിക്സിയൊക്കെ ഇവിടുത്തെ വോൾട്ടേജിനനുസരിച്ച് ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ആമസോണിലൊക്കെ പ്രീതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്.
പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് വോൾട്ടേജ് വ്യത്യാസം ഉണ്ടല്ലോ, ഇവിടെയും നാട്ടിലത്തെയും വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ നേരം അരക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കും. അപ്പോൾ നമ്മളത് കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ലാപ്ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മൾ പ്ലഗ് കൺവേർട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. മിക്സി ഒന്നും കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതാണ് 5th കാര്യം എന്ന് പറയുന്നത്, അത്യാവശ്യം കുറച്ച് വേണ്ടുന്ന സാധനങ്ങൾ കൊണ്ടുവരിക. പിന്നെ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഇവിടുത്തെ മെഡിക്കൽ സർവീസ് എങ്ങനെയാണെന്നുള്ളത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് അതാണ്. കുട്ടികളിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ സർവീസ് എങ്ങനെയാണ്, ഇവിടെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് കെയർ വരുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതാദ്യം മനസ്സിലാക്കി വെക്കുക. നല്ലൊരു ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എടുക്കുക. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്ത് കെയർ ഇൻഷുറൻസ് എടുക്കുക. അത് നമുക്ക് ഈ പറയുന്ന പോലെ മന്ത്ലി കട്ടാവും, സാലറിയിൽ നിന്ന് കട്ടായി പോവും. ഇവിടെ ഹെൽത്ത് കെയർ മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ഒരു പ്രൈമറി കെയർ ഫിസിഷ്യനെ ആദ്യം വന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. ഒരു പ്രൈമറി കെയർ ഫിസിഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അവിടെ അപ്പോയിൻമെന്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് നമുക്ക് പേപ്പേഴ്സ് ഫില്ല് ചെയ്യാനുണ്ടാവും, ഒരുപാട് പേപ്പർ വർക്ക് ഉണ്ടാവും. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും, ഒരു കെട്ട് കണക്കിന് ഉണ്ടാവും. നമ്മൾ പോയ 1/4 മണിക്കൂർ നമുക്ക് ഈ ഒരു പേപ്പർ ഫില്ല് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവർക്ക് ഫുൾ ഹിസ്റ്ററി, നമ്മളെ ഹിസ്റ്ററി, നമ്മളെ പാരൻസിന്റെ ഹിസ്റ്ററി, അവരുടെ പാരൻസിന്റെ ഹിസ്റ്ററി വരെ ഇവർക്ക് അറിയണം. അപ്പൊ അങ്ങനെ ഫുൾ ഹിസ്റ്ററി നമ്മൾ ഫസ്റ്റ് ടൈം മാത്രം അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ വന്ന് നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൈമറി കെയർ ഫിസിഷ്യനെ കണ്ടുപിടിക്കുക. കാരണം നമുക്ക് എപ്പോഴാണ് ഒരാവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടും. ഇനി അർജന്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം നമുക്ക് കിട്ടുമോ എന്നുള്ളത് നോക്കുക. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ ആ ദിവസം തന്നെ ചിലപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമുക്കൊരു അപ്പോയിൻമെന്റ് തരും. അപ്പം പറ്റുന്നതും നമ്മൾ ആവശ്യം പറയാ, അവർ തരും നമുക്ക്. ഇനി കിട്ടിയിട്ടില്ല, 2-3 ദിവസം ഗ്യാപ്പ് വരും, അതുവരെ നമുക്ക് സഹിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അർജന്റ് കെയർ എന്ന് പറഞ്ഞിട്ട്. അതും ഈ അർജന്റ് കെയറിൽ പോകുന്ന സമയത്തും നമ്മളെ ഇൻഷുറൻസ് കവർ ചെയ്യുന്നതാണോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യുക. എല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അർജന്റ് കെയർ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന നോക്കി പോയി കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പ്രൈമറി കെയറിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ നമുക്ക് ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും. ആ ഒരു കെയർ ഫസ്റ്റ് നമുക്ക് എമർജൻസി വേണ്ടുന്ന ഒരു കെയർ ഉണ്ടല്ലോ, ആ കെയർ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അവിടെ പോവാൻ നമ്മൾ കാര്യങ്ങൾ പറയാം, മരുന്ന് വാങ്ങാം, വരാം. അവർ മരുന്ന് പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫാർമസിയും കണ്ടുപിടിക്കാട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നിയറസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻഷുറൻസിലൊക്കെ കവർ ചെയ്യുന്ന ഒരു ഫാർമസി കണ്ടുപിടിക്കുക. കാരണം അവർ പോകുന്ന സമയത്ത് ഏതാണ് ഫാർമസി, എവിടത്തേക്കാണ് നമ്മൾ ടാബ്ലറ്റ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അവർ നമ്മളടുത്ത് ചോദിക്കും. അല്ലാതെ നാട്ടിലത്തെ പോലെ നമുക്ക് പ്രിസ്ക്രിപ്ഷൻ തന്ന് നമ്മൾ പോയി വാങ്ങുന്ന പരിപാടി ഇവിടെ ഇല്ല. ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മളുടെ ഫാർമസിയിലേക്ക് സെൻഡ് ചെയ്യും. നമ്മൾ പോയി അത് റെഡിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും, നമ്മൾ പോയി പിക്ക് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ അത് അർജന്റ് കെയർ എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. ഇനി അതുമല്ല, നമുക്ക് സീരിയസ് ആയിട്ടുള്ള വല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ എമർജൻസി വിളിക്കാം. 911 ആണ് ഇവിടുത്തെ എമർജൻസി നമ്പർ. 911 വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും വിളിക്കുമ്പോൾ മെഡിക്കൽ എമർജൻസി ആണോ അല്ല ഫയറോ അങ്ങനെ എന്തെങ്കിലുമുള്ള എമർജൻസി ആണോ എന്നുള്ളത്. അപ്പം മെഡിക്കൽ എമർജൻസി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ഒരു ആംബുലൻസ് ഒക്കെ ആയിട്ട് അവർ വരും. അത് മാക്സിമം നല്ല എമർജൻസി കണ്ടീഷനിൽ മാത്രം അത് വിളിക്കുക. കാരണം നല്ലൊരു എമൗണ്ട് നമ്മളുടെ ആംബുലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തീരെ ചില എമർജൻസി കണ്ടീഷൻസ് അല്ല അങ്ങനെ വിളിക്കുക, അതിന് മടി വേണമെന്നില്ല, വിളിക്കുക, അവർ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണ്, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അർജന്റ് കെയർ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈമറി കെയർ ഫിസിഷ്യനൊക്കെ പോയി കാണുക. അപ്പം ഇതാണ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. പിന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ സ്റ്റേറ്റിലും ഓരോ റൂളാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളുടെ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ എടുക്കും.
അവർ നോക്കിയിട്ട് എടുത്തോളും. നമ്മൾ എപ്പോഴാണെന്നൊന്നും പറയണ്ട. അവർ ഇങ്ങോട്ട് എപ്പോഴാണ് അടുത്ത അപ്പോയിൻമെന്റ്, എപ്പോഴാണ് അടുത്ത വാക്സിൻ എടുക്കേണ്ടത്, എപ്പോഴാണ് ഇനി വരേണ്ടത് എന്നൊക്കെ ഉള്ളത് അവർ പറഞ്ഞുതരും. പിന്നെ ചില കുട്ടികളുടെ ഹോസ്പിറ്റലിൽ 24 hours 7 days ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു കുട്ടികൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് സുഖമില്ലാണ്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ വേണ്ടി പറ്റും. ചില ക്ലിനിക്കിലൊന്നും അങ്ങനെ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. ചില സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യായിരിക്കും. അപ്പോൾ അങ്ങനെ 24 hours 7 days ഒക്കെ ഉള്ള ഹോസ്പിറ്റൽസ് ആണ് കുട്ടികൾക്ക്, മീൻസ് അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും കാണിക്കുന്നത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു വീട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വീട് കണ്ടുപിടിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അതിന് ഒരുപാട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കണക്കിന് വീട് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പറയാനുണ്ട്. അപ്പം ഈ ഒരു വീഡിയോനകത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലെങ്തി ആവും. അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ഒരു വീട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. കാരണം നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്തത്. അപ്പം എങ്ങനെയാണ് അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുക, അപ്പാർട്ട്മെന്റ് മൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോനകത്ത് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഒരു ക്വിക്കായിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് ഇത്. കാരണം ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പല കാരണങ്ങളുണ്ട്. നമ്മൾ മൂവ് ചെയ്യുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും അധികം ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ക്വിക്കായിട്ട് ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു വീട് കണ്ടുപിടിക്കുക, എങ്ങനെ അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുക, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോനകത്ത് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നട്ടെ. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് US ഇന്ത്യയിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ ആൾക്കാർ, നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.